കോട്ടയം ജില്ലയിൽ വീണ്ടും മഴ കനക്കുകയാണ്. ജില്ലയുടെ മലയോര മേഖലയിലും നഗരപ്രദേശങ്ങളിലും രാത്രിയിൽ ശക്തമായ മഴ പെയ്തു. മഴ ശക്തിപ്പെട്ടതോടെ പടിഞ്ഞാറൻ മേഖലയിൽ ജനങ്ങൾ ആശങ്കയിലാണ്. വെള്ളം ഇറങ്ങിത്തുടങ്ങിയ മേഖലകളിൽ വീണ്ടും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. താഴത്തങ്ങാടിയിൽ നിന്നും മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട്. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല വീണ്ടും ആശങ്കയിലാണ്. ഇന്നലെ പകൽ മഴ മാറി നിന്നെങ്കിലും ഇന്നലെ രാത്രിയോടുകൂടി വീണ്ടും തീവ്രത കൂടിയ മഴയാണ് ജില്ലയിൽ പെയ്തത്. പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയ സ്ഥിതിയായിരുന്നു. പക്ഷേ വീണ്ടും മഴ കനത്തതോടുകൂടി വീടുകളിലേക്കടക്കം വെള്ളം കയറുമോ എന്നുള്ള ഭീതിയിലാണ് ജനങ്ങൾ ഉള്ളത്. ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് ഭൂരിഭാഗം ആളുകളും. ഈ താഴ്ന്ന പ്രദേശങ്ങളിലെ ഏകദേശം 90% മുകളിൽ ആളുകളും ദുരിതാശ്വാസ ക്യാമ്പുകളും ബന്ധുവീടുകളിലുമൊക്കെ ആയിട്ട് കഴിയുകയാണ്. ഉടനെ തിരികെ വീടുകളിലേക്ക് എത്താം എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ഇന്നലെ പകൽ മഴ മാറി നിന്ന സ്ഥിതിയിലുണ്ടായിരുന്നത്. പക്ഷേ രാത്രിയോടുകൂടി മഴ കനത്തതോടുകൂടി പലയിടങ്ങളിലും വീണ്ടും വെള്ളം കയറുകയാണ്. താഴത്തങ്ങാടി പാറപ്പാടം പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത്. മുട്ടറ്റോളം വെള്ളമുണ്ട്. ഇവിടെ നിന്നൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങിയതായിരുന്നു. പക്ഷേ രാത്രിയിൽ വീണ്ടും വീടുകളിലേക്കടക്കം റോഡുകളിലേക്കടക്കം വെള്ളം കയറുന്നു എന്നുള്ളതാണ്. കോട്ടയം ജില്ലയുടെ താഴ്ന്ന ഭാഗങ്ങളായിട്ടുള്ള കുമരകം, ഇല്ലിക്കൽ, ആർപ്പുക്കര, ഐമനം തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം തിരുവാർപ്പടക്കമുള്ള പഞ്ചായത്തുകളിലെ വിവിധ മേഖലകളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങി. പക്ഷേ ഇന്നലെ രാത്രി പെയ്ത മഴയിൽ വീണ്ടും ജലനിരപ്പ് പലയിടത്തും ഉയരുകയാണ്. റോഡുകളിലേക്ക് വെള്ളം കയറുകയാണ്. വീടുകളിലേക്ക് വീണ്ടും വെള്ളം കയറുകയാണ്. ഇന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും മറ്റും മാറി താമസിച്ചിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ആളുകൾക്ക് തിരികെ വീടുകളിലേക്ക് എപ്പോൾ എത്താൻ പറ്റുമെന്നുള്ള ഒരു സംശയമാണ്, അല്ലെങ്കിൽ ഒരു ആശങ്കയാണ് ഇപ്പോൾ പലയിടങ്ങളിലും നിലനിൽക്കുന്നത്. എന്തായാലും കിഴക്കൻ മേഖലയിലും ഇപ്പോൾ മഴയുണ്ട്. ഇന്നലെ രാത്രിയും കിഴക്കൻ മേഖലയിലും പടിഞ്ഞാറൻ മേഖലയിലും നഗരഗ്രാമ വ്യത്യാസങ്ങളൊന്നുമില്ലാതെയാണ് തീവ്രത കൂടെ മഴ പെയ്തത്. പാല, ഈരാറ്റുപേട്ട അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് 2 ദിവസം മുൻപേ തന്നെ വെള്ളം ഇറങ്ങിയതായിരുന്നു. ആ പ്രദേശങ്ങളിൽ നിന്ന് വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിവായതായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി മഴ പെയ്തതോടുകൂടി ഇനി എന്താകും സ്ഥിതി എന്നുള്ളതാണ് കിഴക്കൻ മേഖലയിലും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം. കിഴക്കൻ മേഖലയിൽ വെള്ളപ്പൊക്കമുണ്ടായാൽ വീണ്ടും പടിഞ്ഞാറൻ മേഖലയിലേക്ക് ഈ വെള്ളം എത്തുകയും പടിഞ്ഞാറൻ മേഖല ദുരിതമനുഭവിക്കും. അടുത്ത ദിവസങ്ങളിലും ഈ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളക്കെട്ട് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം നിലനിന്ന് വീണ്ടും വെമ്പനാട്ട് കായലിലേക്ക് ഒഴുകി പോവുകയാണ് സ്ഥിതിവിശേഷമുള്ളത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കിഴക്കൻ മേഖലയിൽ നിന്ന് വെള്ളം ഇറങ്ങിയതോടുകൂടി പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളക്കെട്ട് വെള്ളപ്പൊക്കം ഉയർന്നു നിന്ന് പിന്നീട് ഇപ്പോൾ സാവധാനം വേമ്പനാട്ട് കായലിലേക്ക് വെള്ളം ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്ന മണിക്കൂറുകളായിരുന്നു ഇന്നലെയും ഇന്നുമൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. ഇപ്പോൾ വീട്ടിൽ വെള്ളം കയറിയിരിക്കുന്ന സാഹചര്യം. ആ വീട്ടിൽ നിന്നുമൊക്കെ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീട്ടിൽ നിന്നുമൊക്കെ വെള്ളം സാവധാനം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. വെള്ളപ്പൊക്കം ഭീഷണി ഒഴിവാകുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനിടയിലാണ് ഇന്നലെ വീണ്ടും മഴ കനത്തത്. വീണ്ടും ഇനി വെള്ളപ്പൊക്കം ഉണ്ടാകുമോ അല്ലെങ്കിൽ വീട്ടിലേക്ക് വെള്ളം കയറുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെയാണ് ഈ പ്രദേശവാസികൾക്കൊക്കെ ഉള്ളത്. എന്താണ് സ്ഥിതി? തീർച്ചയായിട്ടും വെള്ളം വരെ ഇനിയും എല്ലാവരും പറയുന്നത് ഇനിയും വെള്ളം കയറുമെന്നാണ് പറയുന്നത്. അടുത്ത സ്റ്റെപ്പ് ഒന്ന് ഞങ്ങളുടെ പെരയ്ക്കകത്തെല്ലാം വെള്ളം ഉണ്ടായിരുന്നു. ഇന്നലെ എപ്പോഴാണ് ഇറങ്ങിയത്? പിന്നെ ഇന്നലെ മിനിഞ്ഞാന്ന് വൈകിട്ട് ഇറങ്ങി. തുടങ്ങിയത് മിനിഞ്ഞാന്ന് ഉച്ച തൊട്ട് ഇറങ്ങി. അന്നേരം മുതൽ ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ഇപ്പം മൊത്തം ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വന്നതാണ്. അന്നേരം വീണ്ടും മഴ വരുന്നു. ഇന്നലെ എല്ലാം ക്ലീൻ ചെയ്തതാണ് മിറ്റമെല്ലാം. രാത്രി വീണ്ടും മഴ കൂടിയതോടുകൂടി ഭയങ്കര മഴയായിരുന്നു ഇന്നലെ വൈകിട്ട്. അതുകൊണ്ട് അത് അവിടെ വെള്ളം മാറി നിന്നത് ആ ഭാഗം. ഇപ്പോൾ അവിടെയും വെള്ളമായി. ഇതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ കാര്യം ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ വരുമെന്നുള്ളത് കണ്ടറിയണം. ഇത്തവണത്തെ മഴ മഴയായിരുന്നു. 2 ദിവസത്തെ മഴയാണ്. 2 പകലും 1 രാത്രി. ഇത്രയും ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഞങ്ങൾ വന്നിട്ട് ഇവിടെ വെള്ളം കയറുന്നത്. പെരയ്ക്കകത്ത് വെള്ളം കയറുന്നത് ഇപ്രാവശ്യമേ ഉള്ളൂ ഇതുപോലെ കയറിയിട്ടുള്ളൂ. കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇതുപോലെ കയറിയിട്ടില്ല. 18-ലെങ്ങാണ്ട് ഒരു ശകലം ഉണ്ടായിരുന്നു പറയുന്നത്. ആ സമയത്ത് ഞങ്ങളിവിടെ ഇല്ലായിരുന്നു. പിന്നെ ക്ലീനിങ് ഒക്കെ നടത്തിയതായിരുന്നു. ഇനിയൊരു പ്രശ്നമാണ്. ഇനി വീണ്ടും വൃത്തിയാക്കണം നിങ്ങൾക്കുള്ളൊരു അടുത്ത സ്റ്റെപ്പിന് തുടങ്ങണം. ഇപ്പോൾ ഇതുപോലെയാണെങ്കിൽ ഇന്ന് വൈകിട്ട് നോക്കിയാലേ അറിയാവുള്ളൂ നാളത്തെ അവസ്ഥ എന്നാണ്. ഇതുപോലെ മഴ നിൽക്കുകയാണെങ്കിൽ വൈകിട്ട് ഇതുണ്ടാവും. അദ്ദേഹം പറഞ്ഞതുപോലെ കോട്ടയത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള പല വീടുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ബന്ധുവീടുകളിൽ നിന്നുമൊക്കെ ആളുകൾ തിരികെ വീട്ടിലെത്തി ക്ലീനിങ്ങും ഉടനെ തന്നെ വീടിനുള്ളിലേക്ക് താമസിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഒക്കെ ചെയ്തു വരികയായിരുന്നു. മഴ മാറി എന്നുള്ളൊരു ആശ്വാസമായിരുന്നു പലയിടത്തും ഉണ്ടായിരുന്നത്. പക്ഷേ അവസ്ഥ മാറി എന്നുള്ളതാണ്. വീണ്ടും വീട്ടിലേക്കടക്കം വെള്ളം കയറുന്നു, വീണ്ടും ദുരിതത്തിലാകുന്നു, വീണ്ടും ആശങ്കയുടെ മണിക്കൂറുകളിലേക്ക് മാറുന്നു എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും. കോട്ടയം ജില്ലയുടെ മിക്കയിടങ്ങളിലും വീടുകളിലെ സ്ഥിതി ഇതൊക്കെ തന്നെയാണ്. താഴ്ന്ന പ്രദേശങ്ങളിലെ സ്ഥിതി ഇതൊക്കെ തന്നെയാണ്. കുമരകം, ആർപ്പുക്കര, ഐമനം തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം ആളുകൾ ഈ ക്ലീനിങ് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അടുത്ത ദിവസം മാറി താമസിക്കാം, വീട്ടിലേക്ക് വരാം എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ സ്ഥിതി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ മണിക്കൂറുകളിലും മഴയുണ്ട്. രാവിലെ മുതൽ കനത്ത മഴ, ശക്തമായ മഴ കോട്ടയത്ത് പെയ്യുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ എന്താകും കാലാവസ്ഥ എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമായി നിലനിൽക്കുന്നത്. ഒരുപാട് ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നൊക്കെ ഇപ്പോഴും വീടുകളിൽ പോയി എന്താണ് സ്ഥിതിവിശേഷം ഈ ഭാഗങ്ങളിൽ എന്ന് അന്വേഷിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകളും വീണ്ടും ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലൊക്കെ മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഇവിടെ അങ്ങോട്ടേക്ക് പോകുമ്പോഴുള്ള അവസ്ഥ?
അങ്ങോട്ട് പോകുമ്പം ഇതിലും വെള്ളമാണ്. അവിടെ ക്ഷേത്രമുണ്ട്, ക്ഷേത്രമൊക്കെ മുക്കാലോളം മുങ്ങി നിൽക്കുകയാണ്. ഇന്നലെയൊക്കെ കുറഞ്ഞതായിരുന്നു, ഇന്ന് വീണ്ടും വെള്ളം കയറി വരുന്നുണ്ട്. കാരണം ആറ് ഇവിടെ അടുത്തായതുകൊണ്ട് മഴ കനക്കുമ്പം വെള്ളം ഇത് കുറച്ച് താഴ്ന്ന പ്രദേശമായത്. അതാ ഞാനിപ്പോൾ വണ്ടി അവിടെ കിടപ്പുണ്ട്, അത് നോക്കാൻ വീണ്ടും മാറ്റിയിടാൻ വേണ്ടി പോവായിരുന്നു. മഴ മാറി വെള്ളം ഇറങ്ങി തുടങ്ങിയതായിരുന്നു. വെള്ളം ഇറങ്ങി തുടങ്ങിയതായിരുന്നു. അപ്പോൾ വണ്ടി കുറച്ചുകൂടെ അടുത്തോണ്ട് ഇട്ടായിരുന്നു, ഇപ്പോൾ വണ്ടി വീണ്ടും മാറ്റി ഇടാം. നമ്മൾ ഈ പ്രദേശത്ത് വന്നപ്പോൾ ഇത്ര ഏകദേശം നെഞ്ചിന് ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം മാറിയതായിരുന്നു ഇവിടുന്ന്. അപ്പോൾ മഴ കുറഞ്ഞുകൊണ്ടൊന്ന് വീടൊക്കെ നോക്കാൻ വേണ്ടി വന്നാ. പക്ഷേ എന്തായാലും അങ്ങനെയാണ്. പലയിടത്തുനിന്നും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന മുട്ടറ്റോളം വെള്ളമായിരുന്നെങ്കിൽ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലായിരുന്നു ഈ പ്രദേശത്തെ സാഹചര്യം. കഴുത്തറ്റോളം വെള്ളം ഉണ്ടായിരുന്ന ഒരു അവസ്ഥയാണ്. വാഹനങ്ങളൊക്കെ ഈ ഭാഗം വരെയൊക്കെ വരുന്നുള്ളൂ. നമുക്ക് നമ്മുടെ വാഹനവും ഉണ്ട്. നമ്മൾ ഇവിടുത്തെ സ്ഥിതി എന്താണ്, അവസ്ഥ എന്താണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ വാഹനത്തിൽ വരുമ്പോൾ ഈ ഭാഗം വരെ മാത്രമേ ഉള്ളൂ നമ്മുടെ വാഹനവും എത്തുന്നുള്ളൂ. മുന്നോട്ട് നമ്മുടെ വാഹനവും നീങ്ങുന്നില്ല, ഒരു വാഹനവും ഈ വഴി പോകുകയില്ല എന്നുള്ളതാണ്. അത്രയും ദുർഘടമായിട്ടുള്ള ഒരു മേഖലയായി ഈ പ്രദേശം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കോട്ടയം ജില്ലയ്ക്ക് ഇനി ആശ്വാസമാകണമെങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ മഴ മാറി നിൽക്കണം, കാലാവസ്ഥ അനുകൂലമാകണം. കിഴക്കൻ മേഖലയിൽ മഴ പെയ്യരുത്. പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് വെള്ളം ഇറങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്ന കാലാവസ്ഥ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ കോട്ടയത്തിന് ഇനിയുള്ള മണിക്കൂറുകളിൽ ആശങ്കയില്ലാതെ ആശ്വാസമായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാവുകയുള്ളൂ. ക്യാമറമാൻ വിപിൻ കോതച്ചിറയ്ക്കൊപ്പം കോട്ടയത്തു നിന്നും മിഥുൻ മുരളി.